നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രയേൽ യുദ്ധം എങ്ങുമെത്താതെ നിൽക്കുമ്പോൾ കുറച്ചൊന്ന് ശാന്തമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം. എന്നാൽ ഇപ്പോൾ സർവ്വപരിധിയും ലംഘിച്ച് യുദ്ധം മുന്നേറുകയാണ്. താൻ അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുൻപ് ബൈഡൻ നടത്തുന്ന പ്രസ്താവനകൾ റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. യൂറോപ്പിൽ എവിടെയും പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ മടിയില്ല എന്ന പ്രഖ്യാപനവുമായി റഷ്യ എത്തിയതോടെ ലോകം യുദ്ധഭീതിയിൽ. യുക്രൈനിലെ കീവിൽ റഷ്യ കനത്ത വ്യോമാക്രമണം നടത്തുമെന്ന് രഹസ്യവിവരം ലഭിച്ചു. ഇതേ തുടർന്ന് US എംബസി താൽക്കാലികമായി അടച്ചു. ഒപ്പം ജീവനക്കാരോടും പൌരന്മാരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും US നിർദ്ദേശം നൽകി. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രത വേണമെന്ന് പൌരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കീവിലെ എംബസി അടച്ചുപൂട്ടും. ജീവനക്കാരോട് അഭയം പ്രാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് കൌൺസിലർ അഫയേഴ്സ് പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധം ആരംഭിച്ചിട്ട് 1000 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് റഷ്യ ആക്രമണം ഇത്രയും കടുപ്പിക്കുന്നത്. ഇതുകൂടാതെ US നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതിനു പിന്നാലെ റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിൽ മിസൈൽ യുക്രൈൻ പ്രയോഗിച്ചത് സംഘർഷാവസ്ഥ കൂട്ടിയിരിക്കുകയാണ്. റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈൽ തൊടുത്ത് ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. തെക്കൻ റഷ്യയിലെ ഒരു പ്രവിശ്യയിലേക്ക് ഇന്നലെ യുക്രൈൻ സൈന്യം 12ഓളം സ്റ്റോം ഷാഡോ റോക്കറ്റുകളാണ് അയച്ചത്. ബ്രിട്ടനിൽ നിന്ന് യുക്രൈൻ സ്വന്തമാക്കിയതായാണ് ഈ റോക്കറ്റുകൾ. നേരത്തെ തെക്കൻ റഷ്യയിലെ ചില മേഖലകൾ യുക്രൈൻ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച അമേരിക്ക നൽകിയ മിസൈലുകളാണ് യുക്രൈൻ റഷ്യയിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിനെല്ലാം അനുമതി നൽകിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമാണ് എന്നതാണ് പുടിനെ ഏറെ ചൊടിപ്പിച്ചിട്ടുള്ളത്. റഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് ക്രൂയിസ് മിസൈൽ തൊടുത്ത് ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യ ഉത്തര കൊറിയൻ സൈനിക സഹായം തേടിയതിനാലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിക്കുന്നതിന് UK അംഗീകാരം നൽകിയതും. US നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനം നിലവിൽ റഷ്യയ്ക്കു നേരെ യുക്രൈൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ മിസൈലുകൾ തൊടുത്തു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനോ സ്വയം നശിപ്പിക്കാൻ കമാൻഡ് ചെയ്യാനോ കഴിയില്ല. മാത്രമല്ല അതിന്റെ ലക്ഷ്യം മാറ്റാനും കഴിയില്ല. ദീർഘദൂര മിസൈലുകളാണ് സ്റ്റോം ഷാഡോ. അവയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പരമാവധി ദൂരം ഏകദേശം 250 കിലോമീറ്ററാണ്, അതായത് 155 മൈൽ. ഇത് ഒരു വിമാനത്തിൽ നിന്നാണ് വിക്ഷേപിക്കപ്പെടുന്നത്. തുടർന്ന് ശബ്ദത്തിന്റെ വേഗതയുള്ള മിസൈലുകളാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഉയർന്ന സ്ഫോടക ശേഷിയുള്ള വാർഹെഡ് പൊട്ടിത്തെറിക്കും. ടെലഗ്രാമിലൂടെ എത്തിയ അനൌദ്യോഗിക ചിത്രങ്ങൾ കുർസ്ക് മേഖലയിലുള്ള ഒരു സ്ഥലത്ത് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കാണിക്കുന്നു. ഇതേസമയം റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ US UK നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കുന്നത് നാറ്റോ മോസ്കോയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് തുല്യമാകുമെന്ന് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇതിന് തിരിച്ചടി നൽകാനായി കാസ്പിയൻ തീരത്തുള്ള അസ്ത്രാഖാൻ സൈനിക താവളത്തിൽ നിന്നും RS-26 ഇനത്തിൽപ്പെട്ട അതീവ മാരകശേഷിയുള്ള മിസൈലുകൾ അയക്കാൻ റഷ്യ തീരുമാനിച്ചു. ഇതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 50 ടൺ ഭാരമുള്ള ഈ മിസൈലുകൾക്ക് 3600 മൈൽ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. നേരത്തെ ഒരിക്കലും ഈ മിസൈലുകളൊന്നും ഏറ്റുമുട്ടലിന് റഷ്യ ഉപയോഗിച്ചിരുന്നില്ല. ഇതുപോരാഞ്ഞ് ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാമെന്ന ഉത്തരവിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പിട്ടിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നിന്നുള്ള 10,000-ലേറെ സൈനികർ റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിൽ എത്തിയത് കണക്കിലെടുത്തായിരുന്നു USന്റെ നയംമാറ്റം. റഷ്യ ആണവായുധങ്ങളെ പ്രതിരോധ മാർഗമായാണ് കാണുന്നത്. പ്രതികരിക്കാൻ റഷ്യ നിർബന്ധിതരായാൽ തോന്നിയാൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരുമെന്ന് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. യുക്രൈനെതിരായ ഏകദേശം 3 വർഷത്തെ യുദ്ധത്തിനിടെ പുടിൻ പലതവണ ആണവ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു. പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇനി വലിയ വ്യോമാക്രമണമുണ്ടായാൽ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറാകുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. 2022-ൽ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ റഷ്യ ശക്തമായ പ്രഹരശേഷി ഇല്ലാത്ത ഇസ്കന്ദർ മിസൈലുകളാണ് യുക്രൈന് നേരെ ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നത്. റഷ്യയിലേക്ക് അമേരിക്കയും ബ്രിട്ടനും നൽകിയ മിസൈലുകൾ അയച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് യുക്രൈന് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. റഷ്യ RS-26 റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ അത് യുക്രൈന് വിനാശകരമായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. RS-26 മിസൈൽ പോലെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈന്റെ തലസ്ഥാനമായ കീവ് പോലും ഛിന്നഭിന്നമാക്കാൻ റഷ്യയ്ക്ക് കഴിയും.
കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ ആണവ നയത്തിൽ ഭേദഗതി വരുത്തുന്ന കാര്യത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്തിമ തീരുമാനമെടുത്തത്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണ് എന്നാണ് പുടിന്റെ അടുത്ത അനുയായിയായ ഡിമിത്രി മെദദേവ് പ്രഖ്യാപിച്ചതും ഈ അവസരത്തിൽ വളരെ ശ്രദ്ധേയം തന്നെയാണ്. റഷ്യയുമായി മെച്ചപ്പെട്ട ബന്ധമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം തീരുമെന്നാണ് കരുതിയത്. ഇതിനെ അട്ടിമറിക്കുന്ന ഇടപെടലുകൾ ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ചെയ്യുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.